BRM ഷഫീറിനും JS അഖിലിനും സീറ്റ് കൊടുക്കാതിരുന്നത് വൃത്തികേടാണ് കാണിച്ചതെന്നുള്ളത് പറയാൻ പറ്റത്തില്ല. ഇവന്മാർ വീതിച്ച് എടുത്തപ്പം അവിടെ ഇരുന്ന് കോർ കമ്മിറ്റി മറ്റേ കമ്മിറ്റിയൊക്കെ കൂടെ കൂടിയിട്ടിരുന്നിട്ട് വെറും തനി അവനവൻ്റെ ആൾക്കാരെ തിരികെ കയറ്റി നടത്തിയപ്പം ഇതിനു വേണ്ടി പിന്നെ വൈകുന്നേരം വരെ വിറക് വെട്ടാനും വെള്ളം കോരാനും കുറേ പേര് സീറ്റ് മത്സരിക്കാൻ കുറച്ച് പേരെന്നുള്ള രീതിയിൽ പിന്നെ കുടിയിലോട്ട് കാല് നീട്ടിയിരിക്കുന്നവരെയൊക്കെ കൊണ്ടുവന്നിട്ടാണ് ഓരോ സീറ്റ് കൊണ്ട് നിർത്തിയേക്കുന്നത്. എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റ് നിശ്ചയിച്ചതിൻ്റെ പിന്നിലുള്ള ന്യായം എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്തവണ നിയമസഭാ സീറ്റ് കൊടുക്കേണ്ടതായിരുന്നു. അത് കൊടുക്കുകയോ എങ്ങനെ കൊടുക്കണം എന്നൊക്കെ അവരാണ് ആലോചിക്കേണ്ടത്. കൊടുത്തിട്ടില്ല. അതൊരു അനീതിയാണ് ദീപ്തി പേര് വർഗീസിനോട് കാണിച്ചത്. ആ ഒരു വിഷയമുള്ളതുകൊണ്ട് അവിടെ അല്ലെങ്കിൽ അത്ര വലിയൊരു സുനാമിയായിട്ട് ഒരു UDF അനുകൂല തരംഗം, ഒരു ഭരണവിരുദ്ധ തരംഗം ആഞ്ഞടിച്ചാൽ മാത്രമേ അവിടെ അഭിജിത്തിന് ജയിക്കാൻ പറ്റുള്ളൂ. ഈ തൃക്കരിപ്പൂരോട്ട് സന്ദീപ് വാര്യരെ അല്ല കൊണ്ടുകൊണ്ടിരുന്നത്. അവിടെ ബാലകൃഷ്ണൻ പിരിയെ നിർത്തണമായിരുന്നു. ബാലകൃഷ്ണൻ പിരിയെ കഴിഞ്ഞ തവണ ഉദുമയിൽ നിന്ന് പരാജയപ്പെട്ടാണ്. അവർക്ക് സീറ്റ് കൊടുത്തില്ല, ഇത്രയും വലിയ കുഴപ്പമില്ലായിരുന്നു. കൊലയ്ക്ക് കൊടുക്കുന്നതിന് തുല്യമായിട്ടുള്ള പണിയാണ് ചെയ്തിട്ടുള്ളത്. നേർച്ച കൊടികളെ പല ഇട്ട് കൊടുത്തു. രാജ്മേ നമസ്കാരം. നമസ്കാരം. രാജ്മേ, നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഈ അവസരത്തിൽ ഒരുപക്ഷെ കുറച്ചുകൂടി മെച്ചപ്പെട്ട സീറ്റുകൾ ലഭിക്കേണ്ടിയിരുന്ന ചില കോൺഗ്രസ് സ്ഥാനാർത്ഥികളുണ്ട്, അല്ലെങ്കിൽ അവർ അർഹിച്ചിരുന്നതാണ് കുറച്ചുകൂടി വിജയസാധ്യതയുള്ള സീറ്റുകൾ എന്ന് തോന്നിപ്പിക്കുന്ന ചില ആളുകളുണ്ട്. അതിപ്പോൾ നമ്മൾ M. ലിജുവിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും ശബരിനാഥൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും അതോടൊപ്പം തന്നെ അഭിജിത്തിൻ്റെ ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ ഒരു നിരീക്ഷണം ഏതെങ്കിലും ഒരു സമയത്ത് രാജംഭായിക്ക് തോന്നിയിട്ടുണ്ടോ? അല്ല, എനിക്ക് തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ട്. അത് ഓരോ പാർട്ടിയെക്കുറിച്ചും തോന്നിയിട്ടുണ്ട്. ഇപ്പം പിന്നെ CPM കുറിച്ചും തോന്നിയിട്ടുണ്ട്. ചില ആളുകളെ അക്കോമഡേറ്റ് ചെയ്യേണ്ടവരെ അക്കോമഡേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള അഭിപ്രായം. സുരക്ഷിതമായ മണ്ഡലങ്ങളിൽ നിർത്തിയിട്ട് ജയിപ്പിക്കേണ്ടിയിരുന്ന പല ആൾക്കാർ, നിയമസഭയ്ക്ക് അസറ്റാകാവുന്ന സ്വരാജ് ഉൾപ്പെടെയുള്ളവരെ, പിന്നെ ഒരു ഫൈറ്റിംഗ് സീറ്റിൽ സ്വരാജിനെ കൊണ്ടിടാൻ പറ്റത്തില്ല, അല്ലാത്ത സുരക്ഷിതമായ സീറ്റിൽ കൊണ്ടിടണമായിരുന്നു എന്നുള്ള അഭിപ്രായമുള്ള ആളാണ് തന്നെയാണ് ഞാൻ. BJPക്കകത്തും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ചില സീറ്റുകളുടെ കാര്യത്തിലുണ്ട്. മുസ്ലിം ലീഗിൻ്റെ കാര്യത്തിലുണ്ട്. അത് ഇപ്പോൾ നമ്മൾ കോൺഗ്രസ് ആയിട്ട് സ്പെസിഫിക് ആയിട്ട് എടുക്കുമ്പോൾ കോൺഗ്രസിനെ കുറിച്ച് തന്നെ പറയാം. കോൺഗ്രസിനെ കുറിച്ച് പറയുമ്പം ഇപ്പോൾ CP പറഞ്ഞ ഈ പേരുകൾ ശബരിനാഥ്, M. ലിജു, പിന്നെ അതേപോലെ തന്നെ പിന്നെ അഭിജിത്തിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, M. ലിജു, ശബരിനാഥ് എന്നൊക്കെ പറയുന്നത്, അതേപോലെ പിന്നെ ഇങ്ങനെയുള്ള ചില ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വിഷ്ണുനാഥിനെ പോലെയോ ചാണ്ടി ഉമ്മനെ പോലെയോ ഒക്കെ പിന്നെ അവർക്കൊരു മിനിസ്ട്രി ഉണ്ടാകുകയാണെങ്കിൽ, UDFൻ്റെ മിനിസ്ട്രി ഉണ്ടായാൽ തീർച്ചയായിട്ടും ക്യാബിനറ്റിൽ അക്കോമഡേറ്റ് ചെയ്യപ്പെടേണ്ടവരാണ്, പ്ലേസ് ചെയ്യപ്പെടേണ്ടവരാണ് എന്നുള്ള അഭിപ്രായത്തിൽ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. സീറ്റ് കൊടുക്കാത്തവരെക്കുറിച്ചും സീറ്റ് കൊടുത്തവർക്ക് കൊടുത്തിട്ടുള്ള സീറ്റിനെ കുറിച്ചും നമുക്ക് സംസാരിക്കാം. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഇങ്ങോട്ട് തുടങ്ങുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ BRM ഷഫീറിനും JS അഖിലിനും സീറ്റ് കൊടുക്കാതിരുന്നത് വൃത്തികേടാണ് കാണിച്ചതെന്നുള്ളത് പറയാൻ പറ്റത്തില്ല. ഇവന്മാർ വീതിച്ച് എടുത്തപ്പം അവിടെ ഇരുന്ന് കോർ കമ്മിറ്റി മറ്റേ കമ്മിറ്റിയൊക്കെ കൂടെ കൂടിയിട്ടിരുന്നിട്ട് വെറും തനി അവനവൻ്റെ ആൾക്കാരെ തിരികെ കയറ്റി നടത്തിയപ്പം ഇതിനു വേണ്ടി പിന്നെ വൈകുന്നേരം വരെ വിറക് വെട്ടാനും വെള്ളം കോരാനും കുറേ പേര് സീറ്റ് മത്സരിക്കാൻ കുറച്ച് പേരെന്നുള്ള രീതിയിൽ പിന്നെ കുടിയിലോട്ട് കാല് നീട്ടിയിരിക്കുന്നവരെയൊക്കെ കൊണ്ടുവന്നിട്ടാണ് ഓരോ സീറ്റിൽ കൊണ്ട് നിർത്തിയേക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള വൃത്തികേടുകൾ അവരെ ഇടയിൽ നടന്നിട്ടുണ്ട്. അവനവൻ്റെ ആൾക്കാരെ തിരികെ കയറ്റുന്നതിൽ കോർ കമ്മിറ്റിക്കാർ മത്സരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഷഫീറിൻ്റെ അഖിലിൻ്റെയും കാര്യം വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അവിടെയുള്ളത് ശബരിയെ കൊണ്ടുപോയിട്ട് ശബരിയെ കോർപ്പറേഷനിലേക്ക് മത്സരിക്കാൻ ശബരി മനസ്സ് കാണിച്ചത് ശബരിയുടെ മനസ്സിൻ്റെ വിശാലതയാണ്. ശബരി നോ പറയേണ്ടതായിരുന്നു. പക്ഷേ ശബരി കോൺഗ്രസ് സ്നേഹം കൊണ്ട് ആണ് പിന്നെ യെസ് പറഞ്ഞത്. ആ ശബരിയുടെ ലീഡർഷിപ്പ് കൊണ്ടാണ് അവിടെ അത്രയും സീറ്റുകൾ അവർക്ക് മുമ്പത്തേനേക്കാൾ കൂടുതൽ 9 സീറ്റിൽ നിന്നാണ് 10-20 സീറ്റിലേക്ക് എത്തിച്ചത്. ആ വർധനം അവർക്ക് കോർപ്പറേഷനിലുണ്ടായത്. അത് ഫലത്തിൽ അത് പിന്നെ ആർക്ക് ഗുണം ചെയ്തു ദോഷം ചെയ്തു എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം. പക്ഷേ കോൺഗ്രസിൻ്റെ നില മെച്ചപ്പെടുത്തിയത് ശബരി എന്ന ഫേസ് മുമ്പിൽ കാണിച്ചിട്ടാണ്. മാന്യനായ രാഷ്ട്രീയക്കാരൻ ശബരിയെ കൊണ്ടുപോയിട്ട് ഒന്നിൽ തിരുവനന്തപുരത്ത് നിർത്താൻ അവിടെ CP ജോണാണ്. ഓക്കെ, അവർ നിർത്തേണ്ടിയിരുന്നത് വട്ടിയൂർക്കാവിലായിരുന്നു. വട്ടിയൂർക്കാവിൽ അല്ലെങ്കിൽ പിന്നീട് അല്ലെങ്കിൽ പഴയ മണ്ഡലമായിട്ടുള്ള അരുവിക്കരത്താനെ കൊണ്ട് നിർത്തായിരുന്നു. അതിന് പുറമെ ഒന്നും പോരാതെ ആ നേമത്ത് കൊണ്ടുപോയിട്ട് നേർച്ചക്കോഴിയെ കൊണ്ടുപോയി വല നിർത്തിയിട്ട് കൊലയ്ക്ക് കൊടുക്കുകയല്ലേ ഇത്, പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ശബരിയെ കൊണ്ടുപോയിട്ട് നിർത്തിയത്. വോട്ട് സ്പ്ലിറ്റിങ്ങിനകത്ത് ശബരിക്ക് വേണമെങ്കിൽ ഒരു റോൾ വഹിക്കാൻ പറ്റും എന്നുള്ളതിനപ്പുറത്ത് അവിടെ ഒരു വിന്നബിൾ ആയിട്ടുള്ള ഒരു സാധ്യതയില്ല. രാഷ്ട്രീയമായിട്ടുള്ള സാഹചര്യം കൊണ്ടാണ്, അല്ലാതെ ശബരി കൊള്ളാവുന്ന ആളായിട്ട് കാര്യമില്ല. അവിടെ കൃത്യമായ രാഷ്ട്രീയ മത്സരം നടക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് രക്തസാക്ഷിയാക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടു എന്നുള്ള ആക്ഷേപമുണ്ട്. ശബരിയൊക്കെ UDF വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മന്ത്രിസഭയിൽ ഒരാളാണ്. അടുത്തത് M. ലിജുവിനെ അമ്പലപ്പുഴയിൽ പണ്ട് കായംകുളത്ത് 2016 നിന്ന് 2021 അമ്പലപ്പുഴയിൽ നിന്നതിന് ശേഷം അമ്പലപ്പുഴ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ലിജു എന്ന് പറഞ്ഞാൽ മാന്യനായ രാഷ്ട്രീയക്കാരൻ. ശബരിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഈ പിന്നെ റീൽസ് രാഷ്ട്രീയമൊന്നുമല്ല, ഒരു റിയൽ രാഷ്ട്രീയത്തിൻ്റെ ആളാണ്. ലിജുവിനെ അമ്പലപ്പുഴ തന്നെ ഇട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് മറ്റേ ആളെ കൊണ്ടുവന്നിട്ട് ഭ്രാന്തനെ പിടിച്ചു കൊടുക്കുന്നത് മഹാകവി പിന്നെ മഹാകവിയെ പിടിച്ചു കൊടുന്നിട്ടേക്കുന്നത്. മഹാകവി അഥവാ എങ്ങാനും ഇവരെ കഷ്ടകാലത്തിന് ജയിച്ച് നിയമസഭയിലെത്തിയാൽ ഇവർക്ക് തലവേദനയാകും, ഒരു സംശയം വേണ്ട. ആദ്യം പ്രസംഗിക്കാൻ കിട്ടുന്ന അവസരത്തിൽ തന്നെ വേണമെങ്കിൽ ഇവരെ തന്നെ വേണമെങ്കിൽ
പറയും. കാരണം പുള്ളിക്ക് എന്തോന്ന് വെച്ചാൽ വിവരം വെള്ളിയാഴ്ചയൊന്നുമില്ല, കിളി പാറി നിൽക്കുകയാണ്, പുള്ളി എന്തും പറഞ്ഞു കളയും. മഹാകവി അങ്ങനെ അങ്ങ് വന്നിട്ട് പുള്ളിയെ സംബന്ധിച്ച് പുള്ളിക്ക് കരുതിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ UDF ഭരണം കിട്ടും, ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ പുള്ളി മന്ത്രിയാവും എന്നൊക്കെ ഒന്നുമില്ല. UDF അഥവാ ഭരണം കിട്ടിയെന്ന് കൂട്ടിക്കോ, പുള്ളി ജയിക്കുകയും ചെയ്തെന്ന് കൂട്ടിക്കോ, പുള്ളി ക്യാബിനറ്റിൽ ഉണ്ടാവത്തില്ല എന്നുള്ളത് ഞാൻ ഇപ്പോഴേ ഇട്ട് തരാം. കാരണം അതിനകത്ത് ക്യാബിനറ്റിൽ കയറാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടെന്നേ. അല്ലെങ്കിൽ പിന്നെ എല്ലാ MLA-മാരെയും പിടിച്ച് മന്ത്രിമാരാക്കണം, അതിനുള്ള അവസ്ഥ ഒന്നുമില്ലല്ലോ. അപ്പം പിന്നെ 3 മാസം ഓരോ മന്ത്രി അവർ ലിജുവിനോട് ചെയ്തത് വൃത്തികളാണ്. ഇങ്ങനെ സ്വന്തമായിട്ട് നിന്നിട്ട് സ്വതന്ത്രനായിട്ട് നിന്നിട്ട് പിന്നെ അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിക്കട്ടെ. പണ്ട് ചെങ്ങന്നൂർ ശോഭന ജോർജ് സ്വതന്ത്രമായിട്ട് നിന്നിട്ടില്ലേ? MA വാഹിദ് റിബനായിട്ട് നിന്നിട്ട് കടക്കൂട്ടത്ത് നിന്ന് ജയിച്ചിട്ടില്ലേ പണ്ട്, പിന്നെ ലീഗിന് സീറ്റ് കൊടുത്തപ്പം. അപ്പം അങ്ങനെ കഴിവുണ്ടെങ്കിൽ അങ്ങനെ ജയിക്കട്ടെ നോക്കണമായിരുന്നു. അപ്പോൾ അല്ലാതെ PV അൻവർ നിലമ്പൂർ സ്വതന്ത്രനായിട്ട് നിന്നിട്ട് വോട്ട് പിടിച്ച് കാണിച്ചില്ലേ? അപ്പം ആ രീതിയിലേക്കുള്ള കെൽപ്പുണ്ടെങ്കിൽ ആ വോട്ട് പോലും കിട്ടത്തില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. സുധാകരൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ അവിടെ ശരിക്കും പറഞ്ഞാൽ ലിജുവിനെ നിർത്താൻ അമ്പലപ്പുഴയിലായിരുന്നു നിർത്തേണ്ടിയിരുന്നു എന്നുള്ള അഭിപ്രായം എനിക്കുണ്ടായിരുന്നു. കാരണം ഒരു ക്യാബിനറ്റ് മെറ്റീരിയലായിരുന്നു, മന്ത്രിയാവേണ്ട യോഗ്യനായിരുന്നു. അബിൻ വർക്കിക്ക് എന്തായാലും ആഗ്രഹിച്ച പോലെ തന്നെ ആറന്മുള സീറ്റ് തന്നെ മേടിച്ചു കൊടുത്തു. അതിനകത്ത് രമേശ് ചെന്നിത്തല വലിയ റോള് വഹിച്ചിട്ടുണ്ട്. ആറന്മുളയിൽ നല്ലൊരു മത്സരം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഓർത്തഡോക്സ് സഭ പിന്നെ പഴയതുപോലെ ബ്ലൈൻഡായിട്ട് വീണ ജോർജിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയില്ല. കാരണം അവർ സഭാ സെക്രട്ടറി ഒക്കെ ആയിരുന്നു ജോർജ് ജോസഫ്, വീണ ജോർജിൻ്റെ ഭർത്താവ്. പക്ഷേ ആ ഒരു രീതിയിലുള്ള ബ്ലോക്കായിട്ട് ഓർത്തഡോക്സ് വോട്ടുകൾ പിന്നെ വീണ ജോർജിൻ്റെ പിന്നെ അനുകൂലമായിട്ട് വീഴുന്നൊരു സ്ഥിതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. അബിൻ വർക്കി നന്നായിട്ട് കാര്യങ്ങൾ മിതത്വത്തോടു കൂടി സംസാരിക്കുന്ന ഒരാളുമാണ്. കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, നല്ല മത്സരം അവിടെ നടക്കുന്നുണ്ട്. ബിനു ചുള്ളിലിനെ പരിഗണിച്ചിട്ടില്ല. ബിനു ചുള്ളിയിൽ എന്തൊക്കെ പറഞ്ഞാലും യൂത്ത് കോൺഗ്രസിൻ്റെ പിന്നെ വർക്കിംഗ് പ്രസിഡന്റ് ആവാൻ യോഗ്യമായിരുന്നു. പക്ഷേ പിന്നെ ബിനു ചുള്ളിലിനെ ചെങ്ങന്നൂർ എവിടെയെങ്കിലുമൊക്കെ പരിഗണിക്കേണ്ടതാണ്. ജയിക്കോ നോക്കുക രണ്ടാമത്തെ കാര്യം, ഒരു സീറ്റ് കൊടുക്കേണ്ടതായിരുന്നു, കൊടുത്തിട്ടില്ല. പിന്നെ ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളിയിൽ ജയിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ ഇനിയിപ്പോൾ ആരൊക്കെ തലകുത്തി മറിഞ്ഞാലും എന്തൊക്കെ നെഗറ്റീവ്സ് ഉണ്ടെങ്കിലും അവിടെ വോട്ട് ചേർത്തതിനകത്തൊക്കെ ഇവരുടെ കുറേ UDF-ൻ്റെ വോട്ടുകൾ കുറേ പല ബൂത്തുകളിലും തള്ളിപ്പോയിട്ടുണ്ട്. ആവറേജ് 25 വോട്ട് വെച്ച് തള്ളിപ്പോയിട്ടുണ്ടെന്നുള്ളൊരു പ്രശ്നമൊക്കെ ഉണ്ട്. പക്ഷേ എന്നാൽ തന്നെയും ചാണ്ടി ഉമ്മൻ അതിനെ മറികടന്ന് വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചാണ്ടി ഉമ്മൻ UDF വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ക്യാബിനറ്റിൽ ഉണ്ടാവുകയും ചെയ്യും. ചാണ്ടി ഉമ്മന് പിന്നെ ഒരു വെല്ലുവിളി ഉയർത്താൻ പറ്റുന്നൊരു സ്ഥാനാർത്ഥിയാണ് അപ്പുറത്ത് എനിക്ക് തോന്നുന്നില്ല. കഴിഞ്ഞ തവണ കിട്ടിയ ഭൂരിപക്ഷം കിട്ടാൻ സാധ്യത കുറവാണ്. പക്ഷേ ചാണ്ടി ഉമ്മൻ ജയിക്കും. ചാണ്ടി ഉമ്മനോട് അനീതി കാണിക്കാൻ ഇവർക്ക് പറ്റാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ബൈ ഇലക്ഷനിൽ കിട്ടുന്ന ഒരു ഭൂരിപക്ഷം സാധാരണ തെരഞ്ഞെടുപ്പ് കിട്ടത്തില്ല. പിന്നെ അടുത്തത് എറണാകുളം ജില്ലയിലോട്ട് ഇങ്ങോട്ടെത്താം. കോട്ടയം കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ തിരുവനന്തപുരം പറഞ്ഞു, കൊല്ലം ജില്ലയ്ക്കകത്ത് സൂരജ് രവിക്ക് സീറ്റ് കൊടുത്തത്. സൂരജ് രവിയെ കൊല്ലത്താണ് കൊണ്ടുവരേണ്ടത്. തോപ്പിൽ രവിയുടെ മോന കൊല്ലം സീറ്റിനകത്ത് ആ ബിന്ദു കൃഷ്ണയ്ക്ക് കൊണ്ടേ കൊടുത്തു. അവിടെ അതിന് പകരം സൂരജ് രവി അവിടെ നിർത്തണമായിരുന്നു. ചാത്തന്നൂർ കാര്യമാണ് പിന്നെ ബിന്ദു കൃഷ്ണ. ചാത്തന്നൂർ മണ്ഡലത്തിൽ പണ്ട് മത്സരിച്ചിട്ടുള്ളത്. ബിന്ദു കൃഷ്ണ ചാത്തന്നൂർ അങ്ങ് നിർത്തണമായിരുന്നു. ബിന്ദു കൃഷ്ണയെ അവിടെ കൊണ്ടിട്ടു. ചാത്തന്നൂർ കഴിഞ്ഞ തവണ ഒരു 3-ാം സ്ഥാനത്ത് പോയിട്ട് കൊണ്ടിട്ട് സൂരജ് രവി ആയിട്ടിരിക്കുന്നു. സൂരജ് രവി ഇപ്പോൾ KPCC സെക്രട്ടറി മറ്റുമാണ്. സൂരജ് രവി ഏട്ടനെയൊക്കെ പോലുള്ള ആളുകളെ അവർ നിർത്തേണ്ടിയിരുന്നത് കൊല്ലം സീറ്റിലായിരുന്നു നിർത്തേണ്ടിയിരുന്നത്. മറ്റൊരു എന്താവും സ്ഥിതി എന്നുള്ള അറിയത്തില്ല. കുറഞ്ഞ ദിവസം മുമ്പേ കിട്ടിയേക്കുന്നത് പോയിട്ട് അവിടെ ഒരു മണ്ണെടുക്കാൻ ഒരു ഗ്രൗണ്ട് പ്ലാറ്റ്ഫോം ഒരുക്കി കിട്ടണ്ടേ, ഒന്ന് നില ഉഴുത് മറിക്കണ്ടേ, എന്നിട്ട് വേണ്ടേ വിത്തിടാൻ. അതിനുള്ള സമയം കിട്ടുമെന്നുള്ള വലിയ സംശയത്തിൽ നിൽക്കുകയാണ്. അദ്ദേഹമൊക്കെ നിയമസഭയിൽ വരേണ്ട ഒരാളാണ്. പ്രഗത്ഭനായ പിതാവിൻ്റെ പ്രഗത്ഭനായ മകനാണ്. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ തിരുവനന്തപുരം പറഞ്ഞു, കൊല്ലം പറഞ്ഞു, ആലപ്പുഴ പറഞ്ഞു, കോട്ടയം പിന്നെ പറഞ്ഞു. ഇനി അടുത്ത് എറണാകുളത്തേക്ക് വരാം. ഇടുക്കിയിൽ പിന്നെ പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നുമില്ല പറയാൻ. എറണാകുളത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇടുക്കിയിൽ നമുക്ക് പറയേണ്ടതുണ്ട്. അതായത് മറ്റേ നമ്മുടെ ഒരു വെട്ടിക്കുഴി എന്ന് പറയുന്ന ഒരു ജോയ് വെട്ടിക്കുഴി, ഈ ജോയ് വെട്ടിക്കുഴിക്കാണ് ശരിക്കും പറഞ്ഞാൽ ഇടുക്കി സീറ്റ് കൊടുക്കേണ്ടിരുന്നത്. ജോയിക്ക് വേണ്ടിയിട്ടാണ് ആ സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ കയ്യിൽ നിന്ന് എടുത്തത്. പക്ഷേ ഏറ്റവും ലാസ്റ്റ് ഗ്രൂപ്പ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് റോയ് കെ പൗലോസിന് കൊടുക്കുന്ന അവസ്ഥ. അതെ, റോയ് കെ പൗലോസ് എന്നൊക്കെ പറഞ്ഞാൽ എത്ര കാലമായി. അതുകൊണ്ട് റോഷി അഗസ്റ്റിൻ ഈസിയായിട്ട് ജയിച്ചു കയറിപ്പോയി. റോഷി അഗസ്റ്റിൻ്റെ അടുത്ത് ഒരു പൈസ മേടിച്ചിട്ടുണ്ടോ എന്നുള്ളത് മാത്രമേ അറിയാനുള്ളൂ UDF ആരെങ്കിലും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നീട് എറണാകുളത്തേക്ക് എത്തുമ്പോൾ ഇപ്പം എറണാകുളത്ത് ആലോചിച്ച് നോക്കുക. എറണാകുളത്ത് എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റ് നിശ്ചയിച്ചതിൻ്റെ പിന്നിലുള്ള ന്യായം എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങളെന്ന് പറഞ്ഞാൽ മറ്റേതുപോലെ പിന്നെ ഞാൻ തീവ്രത അളക്കാനൊന്നും പോകുന്നില്ല. പക്ഷേ മറ്റുള്ള കേസുകൾ പോലെയുള്ളൊരു കേസല്ല അത് എൻ്റെ ഡിഫറൻറ്റാണ്. നമുക്ക് അതിൻ്റെ എല്ലാം മെറിറ്റും ഡീമെറിറ്റും അറിയാവുന്ന ആളുകളാണ്. എൽദോസ് കുന്നപ്പള്ളിക്ക് ഒരവസരം കൂടെ കൊടുക്കേണ്ടതായിരുന്നു. കാരണം ജനകീയനാണ്, ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവരാണ്, സാധാരണക്കാരനാണ്, പിന്നെ കഷ്ടപ്പെട്ട് വന്നവനാണ്, ഒക്കെയാണ്. ഒരു ജാടയോ അഹങ്കാരമോ ഒന്നുമില്ല. പിന്നെ കവിത എഴുതുന്ന അസുഖം ഉണ്ടെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ വേറെ ഒരു കുഴപ്പങ്ങളും ഇല്ലാതെ ഒരു MLA എന്നുള്ള രീതിയിലല്ല, എപ്പോഴും ആളുകൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരുന്നു നാട്ടിൽ. ആ രീതിയിൽ അത്രയും കിടന്ന് പണിയെടുത്ത് എൽദോസ് കുന്നപ്പള്ളി. എന്നിട്ട് അതിനേക്കാൾ വലിയ സ്ഥാനം കൊടുക്കുന്നു. എന്താ ഒരു പിന്നെ എന്ത് സ്ഥാനം കൊടുക്കുമെന്ന് പറയുന്നത്? ഇവർക്കൊക്കെ നിയമസഭയ്ക്കകത്തൊരു ഭൂരിപക്ഷമൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് രാജ്യസഭയിലോട്ട് ഒഴിവ് വരുമ്പോൾ കൊടുക്കുമെന്നുള്ള പ്രോമിസ് ഉണ്ടെന്നുണ്ടെങ്കിലും ഓക്കെ. അല്ലാതെ ഏത് സ്ഥാനത്തേക്ക് ഇടാൻ പറ്റും? ഭരണപരിഷ്കാര കമ്മീഷൻ്റെ ചെയർമാനായിട്ട് ക്യാബിനറ്റ് പദവി കൊടുക്കാൻ അത് എൽദോയ്ക്ക് പറ്റിയ ഒരു അഭിരുചികൾക്കനുസരിച്ച് അനുയോജ്യമായ ഒരു സ്ഥലമല്ല അത്. അങ്ങനെയുണ്ട്. പിന്നെ ഉള്ളതുപോലെ KTDCയിലൊക്കെ ചെയർമാൻ സ്ഥാനം കൊടുക്കാൻ പറ്റുമായിരിക്കും. പിന്നെ അല്ല ഭരണം കിട്ടുകയാണെങ്കിൽ DCC പ്രസിഡന്റ് സ്ഥാനം കൊടുക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ എൽദോ
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സഭയുടെ യാക്കോബായ സഭയുടെ നല്ലൊരു പിന്തുണ ഉണ്ടായിരുന്നു, ബാക്കിയുള്ളതുകൊണ്ട് പിന്നെ ഗ്രൗണ്ട് ലെവലിലുള്ള അവിടെയുള്ള ഓരോ മണ്ഡലത്തിലും ഓരോ മനുഷ്യനെ പേരെടുത്ത് വിളിക്കാൻ പറ്റുന്ന ഇങ്ങനെ MLA വേറെ ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. തൃപ്പൂണിത്തുറയിലെ നമ്മുടെ ബാബുചേട്ടന് മാത്രമായിരുന്നു അതുണ്ടായിരുന്നു അങ്ങനെ പറയാൻ പറ്റുന്നത്. ആ രീതിയിൽ ഓരോ വീടും ഓരോ ആ മനുഷ്യനെ അറിയാവുന്ന ഒരാളായിരുന്നു എൽദോയ്ക്ക് സീറ്റ് നിശ്ചയിച്ചു. ദീപ്തി മേരി വർഗീസിന് സീറ്റ് നിശ്ചയിച്ചു. KSU കാലം തൊട്ട് മഹാരാജാസ് കോളേജിൽ SFIയുടെ KSU ആണെന്ന് പറഞ്ഞാൽ KSU ആണെന്ന് കെ എന്ന് പറയുന്നതിന് മുമ്പ് അടി കിട്ടുന്ന സ്ഥലമാണ് SFIക്കാരെടുത്ത്. അവിടെ പോയിട്ട് പിന്നെ അന്നത്തെ കാലത്ത് പെൺകുട്ടികളാണെങ്കിലും ഈ മൊബൈൽ ഫോണൊന്നും ഇല്ലാത്ത കാലത്ത് പെൺപിള്ളേരെ അടിക്കുകയും ചെയ്യും ഉപദ്രവിക്കുന്ന കാലത്ത് അവിടെ KSUവിൻ്റെ സംഘടനാ പ്രവർത്തനം നടത്തിയതാണ്. ഒരുപാട് അടിയുണ്ടതാണ്. പിടിച്ച് ഡിവിഷനിലേക്ക് ഇട്ടു. അന്ന് ഡിവിഷനിലേക്ക് കോർപ്പറേഷനിലേക്ക് മത്സരിപ്പിക്കുമ്പോൾ മേയർസ്ഥാനോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. വളരെ അവരുടെ പിന്നെ മീഡിയ വിങ്ങിനെയൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. ഇത്രയും കാലത്തെ പ്രവർത്തനത്തിൻ്റെ ത്യാഗപൂർവമായ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രത്തെ മാനിച്ചിട്ട് ഒന്നുകിൽ അവരെ നിർത്താൻ പാടില്ലായിരുന്നു കോർപ്പറേഷനിലേക്ക്. ഇത്തവണ നിയമസഭാ സീറ്റ് കൊടുക്കേണ്ടതായിരുന്നു. അത് കൊടുക്കുകയോ എങ്ങനെ കൊടുക്കണം എന്നൊക്കെ അവരാണ് ആലോചിക്കേണ്ടത്. കൊടുത്തിട്ടില്ല. അതൊരു അനീതിയാണ് ദീപ്തി മേരി വർഗീസിനോട് കാണിച്ചത്. അതുപോലെ DCC സെക്രട്ടറി ഷെറിൻ, ഞാൻ പിന്നെ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള പൊളിറ്റീഷ്യനാണ്, പൊളിറ്റിക്കൽ ഒബ്സർവേഷനും ഉള്ള ഒരാളാണ്. ഷെറിനെ ഏതെങ്കിലും ഒരു സീറ്റിൽ അക്കോമഡേറ്റ് ചെയ്യാമായിരുന്നു അവർക്ക്. അപ്പോൾ കണ്ട അവിടെ ഇവിടെയൊക്കെ പിടിച്ചിട്ട് ഓരോരുത്തരെ തിരികെ കയറ്റുമ്പം എന്തുകൊണ്ട് ഷെറിനൊരു സീറ്റ് അവർക്ക് കൊടുക്കാമായിരുന്നു എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. അതേപോലെ തന്നെ പിന്നീട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ ബാക്കിയുള്ളതൊക്കെ സിറ്റിംഗ് MLAമാരായതുകൊണ്ട് ഇപ്പോൾ അങ്കമാലിയിലെ റോജി M. ജോണിനെ കുറിച്ചൊന്നും അഭിപ്രായമില്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയുന്നില്ല, സിറ്റിംഗ് MLA എന്നുള്ള രീതിയിൽ സീറ്റ് കൊടുത്തു കോട്ടെ. നേരെ അപ്പുറത്തോട്ട് കയറി കഴിഞ്ഞാൽ ചാലക്കുടിയിൽ സനീഷ് ജോസഫിന് പിന്നെ ഒരു വിജയസാധ്യത ഞാൻ കാണുന്നുണ്ട് ഇപ്പോഴത്തെ സ്ഥിതിയിൽ. കാരണം സനീഷ് ജോസഫ് വീണ്ടും വിജയം ആവർത്തിക്കാൻ നെഗറ്റീവ്സ് ഒന്നുമില്ല, ഒരുപാട് ഗുണങ്ങളൊന്നും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, നെഗറ്റീവ്സ് ഒന്നുമില്ല, സൈലൻ്റാണ് ആൾ, വയലൻ്റ് ആവാറില്ല. അപ്പം പിന്നെ ഒരു പക്ഷേ ജയിച്ചു വരാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ കാണുന്നത് സനീഷ് ജോസഫ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അവിടെ നിന്ന് തൃശ്ശൂർ ജില്ലയിൽ ബാക്കിയുള്ളിടത്തേക്കും പറയാതിരിക്കുക, പലയിടത്തും സീറ്റ് കച്ചവടമൊക്കെ നടന്നിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ തന്നെ വടക്കഞ്ചേരി മണ്ഡലത്തിൽ ആ KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്തിന് ഇടുന്നതിന് പകരം യുവത്വത്തിൻ്റെ പ്രതീകം എന്ന് പറഞ്ഞിട്ട് കാശും മേടിച്ചിട്ട് ഒരുത്തനെ കൊണ്ടു സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിട്ടുണ്ട്. ആരാ കാശും മേടിച്ച് ആരാണ് ഇറക്കിയതെന്നുള്ളത് എനിക്കിപ്പോഴും അവ്യക്തതയുണ്ട് അക്കാര്യത്തിനകത്ത്. ഞാനത് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. കാരണം ഇതിനകത്ത് കാശ് മേടിച്ച് സീറ്റ് കൊടുക്കാൻ പറ്റുന്നത് 3-4 പേരേ ഉള്ളൂ. അതിനകത്ത് ഏതോ ഒരുത്തൻ പൈസ മേടിച്ചിട്ടുണ്ട്. 2 CR എന്നൊക്കെ കേൾക്കുന്നുണ്ട്, സത്യമാണെന്നുള്ള അറിയത്തില്ല. പക്ഷേ അത് എങ്ങനെ പോയി, ആര് മുഖേനയാണ് ലിങ്ക് എന്നുള്ളത് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അടുത്ത ദിവസം നമ്മൾ പുൾ ഔട്ട് ചെയ്യും. ഓക്കെ, രാജേന്ദ്ര അരങ്ങത്തിനെ പോലെ 10-40 വർഷത്തെ പരിചയമുള്ള പ്രവർത്തന പരിചയമുള്ള സ്വന്തം നാട്ടിൽ നിന്ന് ഗ്രാമപഞ്ചായത്തിലേക്ക് പല വാർഡിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച ഒരാളെ അവഗണിച്ചുകൊണ്ടാണ് ഈ ഇറക്കുമതി മുതൽ കാശ് മേടിച്ചിട്ട് ഇറക്കിയിട്ടുള്ളത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നേരെ പാലക്കാട് ജില്ലയിലോട്ട് പോകാം. തൃശ്ശൂർ കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയിൽ പോയി കഴിഞ്ഞാൽ അവിടെ അതുമല്ല, തൃശ്ശൂർ ജില്ലയിലെ ജനീഷിന് വരെ സീറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മറ്റേ മുതലിന് കൊടുത്തില്ലെന്ന് തോന്നുന്നു. ശോഭാസുവിന് കൊടുത്തിട്ടുണ്ടോ? പിന്നെ ഇപ്പോൾ കൊടുത്തിരുന്നെങ്കിൽ വെച്ചിട്ട് ഇപ്പോഴേ കയറി കളഞ്ഞേനെ. കാരണം പിന്നെ യൂത്ത് കോൺഗ്രസിൽ കൂടെയുള്ള വെമ്പിള്ളാരെ അടുത്ത് ദേഹത്ത് തോണ്ടാൻ പിടിക്കാനും പോയവനാണ് ശോഭാസുബിൻ. പിന്നെ അവിടെ പിന്നെ പ്രതാപനൊക്കെ ഇപ്പോൾ വീണ്ടും നിൽക്കുന്നുണ്ട്. ഓക്കെ, പോട്ടെ, പ്രതാപനെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ പറയുന്നില്ല. കാരണം ശവത്തിൽ കുത്തുന്ന ഒരു വിനോദം നമുക്കില്ലാത്തതുകൊണ്ട്, ഒരു പിതാവെന്നുള്ള രീതിയിൽ ഒരുപാട് വേദനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലായതുകൊണ്ട് നമ്മളിപ്പോൾ പ്രതാപനെക്കുറിച്ച് സംസാരിക്കാത്തത്. അതുകൊണ്ട് മാത്രമാണ് ആ ഒരൊറ്റ കാരുണ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പാലക്കാട് ജില്ലയിലോട്ട് പോയി കഴിഞ്ഞാൽ പട്ടാമ്പിയിൽ അവർ റിയാസ് മുക്കോളോട് കാണിച്ച് തനി തോന്നിവാസം എന്നതിന് പറയാൻ പറ്റുള്ളൂ. അവിടെ റിയാസ് മുക്കോൾ ഇത്തവണ നിൽക്കുകയാണെങ്കിൽ മിക്കവാറും മോഹസിനെ അട്ടിമറിച്ച സീറ്റ് പിടിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. 5 വർഷത്തോളം നിറഞ്ഞു നിന്നതാണ്. CR മഹേഷ് കരുനാഗപ്പള്ളി നിന്നതുപോലെ റിയാസ് മുക്കോളി ഒരുപാട് സമരമുഖങ്ങളുടെ മുമ്പിൽ നിന്നിട്ടുള്ള റിയാസ് മുക്കോളിയെ വെട്ടി. പിന്നെ അവിടെ ചെറുപ്പക്കാരൻ എന്ന് പറയാനുള്ളത് ചിറ്റൂർ സുമേഷ് അച്യുതൻ, പിന്നെ അച്യുതൻ്റെ മകനാണ്, വീണ്ടും മത്സരിക്കുന്നു. അവിടുത്തെ ചിറ്റൂരിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, അത്യാവശ്യം തമിഴ് കൾച്ചറും കൂടെ ഇടകലർന്ന സ്ഥലമാണ്. ഇവർ 2 കൂട്ടരും വലിയ ജന്മിമാരാണ്. കൃഷ്ണൻകുട്ടിയും വലിയ ജന്മിയാണ് മന്ത്രി, പിന്നെ അതുപോലെ അച്യുതേട്ടനും വലിയ ജന്മിയാണ്. 2 കൂട്ടർക്കും തോക്കൊക്കെ ഉള്ളവരാണ്, ഗുണ്ടാ സംഘങ്ങളും ഉള്ളവരാണ്. ഇവർ തമ്മിലുള്ളൊരു കുടിപ്പകയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ തവണ സുമേഷ് അച്യുതൻ അവിടെ തോറ്റുപോയി കൃഷ്ണൻകുട്ടിയോട്, അതിനു മുമ്പ് അച്യുതേട്ടനും തോറ്റുപോയി. പക്ഷേ ഇത്തവണ സുമേഷ് അച്യുതൻ അവിടെ ജയിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കാരണം പാലക്കാട് ജില്ലയിൽ ഒരു സീറ്റ് അവർ പിടിച്ചെടുക്കുകയാണെങ്കിൽ ആദ്യം പിടിച്ചെടുക്കാൻ സാധ്യതയുള്ള സീറ്റായിട്ട് ഞാൻ കാണുന്നത് ചിറ്റൂർ സീറ്റാണ്. സുമേഷ് അച്യുതൻ ജയിക്കാൻ സാധ്യതയുണ്ട്. അത് കൊടുക്കേണ്ട ഒരു സീറ്റ് തന്നെയാണ് എന്നുള്ളതാണ്. അതേസമയം പാലക്കാട് മണ്ഡലത്തിൽ അവർ നിർത്തേണ്ടിയിരുന്നത് സന്ദീപ് വാര്യരെയായിരുന്നു, അല്ലെങ്കിൽ തങ്കപ്പൻ ചേട്ടനെ, അല്ലെങ്കിൽ ചെറുപ്പക്കാരനാണെങ്കിൽ സന്ദീപ് വാര്യരെ. ഇപ്പോൾ ഷാഫിക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിലും വന്നിട്ട് യുവത്വത്തിൻ്റെ തർക്കത്തോടു കൂടി സന്ദീപ് വാര്യരെ അവിടെ നിർത്തിയിരുന്നെങ്കിൽ മുസ്ലിം വോട്ടുകൾ ഒറ്റയടിക്ക് മുഴുവൻ എൻ ബ്ലോക്കായിട്ട് സന്ദീപ് വാര്യർക്ക് അനുകൂലമായിട്ട് വരുമായിരുന്നു. കാരണം BJP നരേന്ദ്രമോദിക്ക് എതിരായിട്ട് സ്റ്റാൻഡ് എടുത്തു. സന്ദീപ് വാര്യരാണെങ്കിൽ അവർക്ക് വിജയം ഉറപ്പിക്കായിരുന്നു. അപ്പോൾ അവിടെ പിഷാരടിയെ കൊണ്ടുവന്നിട്ടു. അത് ഷാഫിയുടെയും ഇവരുടെയും ഒക്കെ ചില താല്പര്യത്തിൻ്റെ ഭാഗമായിട്ടും അഡ്ജസ്റ്റ്മെൻറ്റുകളുടെ ഭാഗമായിട്ടും പിഷാരടിയെ കൊണ്ടുവന്നിട്ടു. സന്ദീപിനെ എന്നിട്ട് നേരെ തൃക്കരിപ്പൂരോട്ട് തട്ടി. തൃക്കരിപ്പൂർ എന്താണെന്നുള്ളത് പോലും പിന്നെ അറിയാത്ത സന്ദീപിനെ കൊണ്ടിട്ട് അവിടെ ഇട്ടേക്കുക. സന്ദീപിന് പാലക്കാട് നടന്നുണ്ടെങ്കിൽ വ്യക്തിബന്ധങ്ങളുണ്ട്. BJPക്ക് അകത്ത് പോലും വ്യക്തിപരമായി അതിനകത്ത് നിന്നപ്പോൾ ചില ബന്ധങ്ങളുണ്ട്. അത് ഒരിക്കലും പുറത്ത് കാണിച്ചില്ലെങ്കിൽ അവർ രഹസ്യമായിട്ട് വോട്ട് ചെയ്യുന്ന ഒരു 500 വോട്ടെങ്കിലും അങ്ങനെ കിട്ടുമായിരുന്നു. കാരണം സന്ദീപ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ യുവമോർച്ചയിലൊക്കെ പ്രവർത്തിച്ച ആളുകൾക്ക് ഉണ്ടാകുന്ന സന്ദീപ് പോയാലുള്ള വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിലും സന്ദീപ് ഒരു MLA ആയാൽ നമുക്കൊരു കാര്യം പോയി പറയാമെന്നുള്ള വ്യക്തിപരമായ ബന്ധമുള്ള ആൾക്കാരെ അതും നോക്കും.
നമുക്ക് പേഴ്സണലി ആക്സസ് ഉള്ള എം എൽ എ ഉണ്ടോ എന്നുള്ളത് നമ്മളൊക്കെ നോക്കും. അപ്പോൾ ആ രീതിയിൽ അത് പിന്നെ അതൊരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്ന മനോഭാവത്തോടു കൂടിയ വ്യക്തിബന്ധമുള്ള ആൾക്കാർ സന്ദീപിനെ വോട്ട് ചെയ്യുമായിരുന്നു. സന്ദീപിനെ കൊണ്ടിട്ട് തൃക്കരിപ്പൂർ ഇട്ടു. തൃക്കരിപ്പൂരത്ത് ചെയ്യുമ്പോൾ അത് ഞാൻ അവിടെ എത്തുമ്പോൾ ഞാൻ പറയാം. പിന്നെ അവിടെ ചില കളികൾ നടന്നിട്ടുണ്ട്. അത് പിന്നുള്ളത് മലപ്പുറം ജില്ലയാണ്. മലപ്പുറം ജില്ലയിലൊക്കെ തവനൂർ മണ്ഡലത്തിൽ ബി എസ് ജോയി ആയിട്ടത് നല്ലൊരു നീക്കമാണ്. ബി എസ് ജോയി ഒരു പക്ഷേ അവിടെ അട്ടിമറിച്ച് ജയിച്ചു വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിലവിലുള്ളത്. കാരണം ബി എസ് ജോയിക്ക് ഏറ്റവും അനുയോജ്യമായൊരു മണ്ഡലത്തിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. കാരണം നിലമ്പൂർ കഴിഞ്ഞ തവണ ബി എസ് ജോയിക്കായിരുന്നു മുൻതൂക്കം ഉണ്ടായിരുന്നത്. മണ്ഡലം കമ്മിറ്റികൾ ഏറ്റവും കൂടുതൽ ബി എസ് ജോയിക്കായിരുന്നു സപ്പോർട്ട്. പക്ഷേ ഒരു പിന്നെ കോൺഗ്രസ് ബി എസ് ജോയിയോട് കാവ്യനീതി കാണിച്ചു എന്നുള്ളത് തന്നെയാണ് അതിനകത്ത് ചെയ്യാനുള്ളത്. മാന്യമായിട്ടുള്ള സമീപനം സ്വീകരിച്ചു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ജോയിയോട് നീതി കാണിച്ചപ്പോഴും അപ്പുറത്ത് നേരെ കോഴിക്കോട് ജില്ലയിലോട്ട് പോയി കഴിഞ്ഞാൽ അഭിജിത്തിനോട് കാണിച്ചത് അനീതിയാണ്. അഭിജിത്ത് സിബി ആലോചിച്ച് നോക്കണം. 1950 കഴിഞ്ഞ തവണ കോഴിക്കോട് നോർത്തിലാണ് മത്സരിച്ചത്. തോട്ടത്തിൽ രവീന്ദ്രനോട് മത്സരിച്ച് പരാജയപ്പെട്ടു. അന്ന് കേസിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ്. അഭിജിത്തിനെ അവിടെ തന്നെ പിന്നിടാതെ അവിടെ മറ്റവന് സീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അഭിജിത്തിനെ കൊണ്ടിട്ട് നാദാപുരത്തോട്ട് ജയേന്ദ്രനെ കൊണ്ടുവന്നിടാൻ വേണ്ടിയിട്ട് അതൊക്കെ വേറെ അഡ്ജസ്റ്റ്മെന്റുകളുടെ ഭാഗമാണ്. അതിനകത്തും ഷാഫിയുടെയൊക്കെ ചില ഡീലുണ്ട്. കാരണം സുധാകരന്റെ ഡീലല്ല, സുധാകരനുമായിട്ട് ഡീൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചത് ജയന്തിനെയും ഒക്കെയായിരുന്നു അന്ന്, പ്രവീൺ കുമാറിനെയും. പുള്ളിയെ സി എം ആക്കാമെന്ന് പറഞ്ഞുള്ള ഓഫർ വെച്ച് പുള്ളിയുടെ കുടുംബക്കാരനും ദിനേശിനെയും ഒക്കെ കൂടെ കൂട്ടുപിടിച്ചിട്ട് അങ്ങനെ ഡീലുമായിട്ടൊക്കെ പോയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പുള്ളി ഇടയ്ക്ക് രാഹുലിന് അനുകൂലമായിട്ട് പറയുകയും ചെയ്തു. പിന്നീട് പുള്ളി തിരുത്തുകയും ചെയ്തു. പുള്ളി മനഃപൂർവ്വം പറഞ്ഞതല്ല. പുള്ളി ഇപ്പം നമ്മളെന്തെങ്കിലും പോയി പറഞ്ഞാൽ അതാ ശരിയെന്ന് കണ്ടെടുത്ത് പറയും. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കത്തില്ല പുള്ളി. ഇടത്തോട്ടും വലത്തോട്ടും ചിന്തിക്കാതെ അപ്പം തോന്നുന്നു അങ്ങ് പറയുന്ന ആളാണ് സുധാകരേട്ടൻ. അതുകൊണ്ട് പറ്റിപ്പോയതാണ്. ഈ മണ്ഡലത്തിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ 57 രൂപീകരിച്ചതിന് ശേഷം ഇന്ന് വരെ ആകെ 1960 മാത്രമാണ് ഹമീദ് അലി ഷംനാട് മുസ്ലിം ലീഗിൻ്റെ അവിടെ നിന്ന് ജയിച്ചിട്ടുള്ളത്. ബാക്കിയുള്ളത് എല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാരാണ്. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേത് CH കലാരൻ അവിടെ നിന്ന് മത്സരിച്ച് ജയിച്ച മണ്ഡലമാണ് നാദാപുരൻ. പിന്നെ CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമാനതകളില്ലാത്ത നേതാവ് അദ്ദേഹം. അതിനുശേഷം പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് ബിനോയ് വിശ്വൻ ജയിക്കുന്നു, സത്യൻ മൊകേരി ജയിക്കുന്നു, കെട്ടിക്കണ്ണൻ ജയിക്കുന്നു, കാന്തലോട്ട് കുഞ്ഞമ്പ് ജയിക്കുന്നു, EV കുമാരൻ ജയിക്കുന്നു. അങ്ങനെ തുടർച്ചയായിട്ട് അത് കഴിഞ്ഞിട്ട് EK വിജയൻ പിന്നെ 2-3 തവണ ജയിച്ചു. ആ ഒരു മണ്ഡലത്തിൽ കൊണ്ടിടുമ്പം പക്ഷേ അവിടെ ഒരു 5000 താഴെയാണ് ഇപ്പം പിന്നെ മാർജിനുള്ളത്. അവിടെ പക്ഷേ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് UDF ഭാഗമാകുമ്പം മുസ്ലിം ലീഗുമായിട്ടുള്ളത് അവിടെ ഒരു സാമുദായിക ധ്രുവീകരണം കൂടെയുള്ളൊരു മണ്ഡലമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളുണ്ട്. നാദാപുരം കലാപമൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ ആ ഒരു വിഷയം ഉള്ളതുകൊണ്ട് അവിടെ അല്ലെങ്കിൽ അത്ര വലിയൊരു സുനാമിയായിട്ട് ഒരു UDF അനുകൂല തരംഗം, ഒരു ഭരണവിരുദ്ധ തരംഗം ആഞ്ഞടിച്ചാൽ മാത്രമേ അവിടെ അഭിജിത്തിന് ജയിക്കാൻ പറ്റുള്ളൂ. അതേസമയം അഭിജിത്ത് ഇപ്രാവശ്യം കോഴിക്കോട് നോർത്തിൽ വീണ്ടും മത്സരിച്ചിരുന്നെങ്കിൽ അഭിജിത്ത് ജയിക്കുമായിരുന്നു. അഭിജിത്ത് ജയിച്ചു വരേണ്ടവനാണ് നിയമസഭയിൽ, അതിനകത്ത് സംശയമൊന്നുമില്ല. പക്ഷേ ഇവർ അഭിജിത്തിനെ അങ്ങോട്ട് തട്ടിക്കളിച്ചു. എന്തിനാണ് ഈ സീറ്റ് വെച്ച് മാറിയെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ജയേന്ദ്രന് വേണ്ടിയിട്ടായിരിക്കും, ഇവരാരെയും താല്പര്യമായിരിക്കും. ഇപ്പം മട്ടന്നൂർ മണ്ഡലത്തിൽ ഒരു സാധ്യത അവർക്കില്ലാത്ത മണ്ഡലമാണ്. പക്ഷേ അവരവിടെ നിർത്തേണ്ടിയിരുന്നത് ഫർസീൻ മജീദിനെയാണ്. മറ്റേ പിണറായി വിജയനെ ഫ്ലൈറ്റിൽ നിന്ന് പിന്നെ കരിങ്കൊടി കാണിച്ച ഫർസീൻ മജീദിനെ യൂത്ത് കോൺഗ്രസിൻ്റെ. കാരണം ഒരു അധ്യാപകനാണ്, അവന് സ്കൂളിൽ പോകാൻ പറ്റാത്ത അവസ്ഥ വന്നായിരുന്നു, ത്രട്ടുണ്ടൊക്കെയുണ്ട്. അങ്ങനെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തനം നടത്തുന്ന ഒരാളെ പരിഗണിക്കുക സ്ഥാനാർത്ഥിത്വത്തിലേക്ക്. ഒരിക്കലും അവർക്ക് പിന്നെ ഈ ലോകം അവസാനിക്കുവോളം ജയിക്കാൻ പറ്റാത്തൊരു മണ്ഡലമാണ് മട്ടന്നൂർ. കഴിഞ്ഞ തവണ സ്റ്റേറ്റിലെ കേരള നിയമസഭയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് ശരത് ടീച്ചർക്ക് കിട്ടിയത്. സനോജാണ് അവിടെ സ്ഥാനാർത്ഥി. ഫർസീന് ജയിക്കാനും പറ്റത്തില്ല. പക്ഷേ ഫർസീൻ അവിടെ പ്ലേസ് ചെയ്യാമായിരുന്നു, ഒരു മത്സരം ഉണ്ടാക്കാമായിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നേരെ കാസർഗോഡ് ജില്ലയിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ തൃക്കരിപ്പൂരോട്ട് സന്ദീപ് വാര്യരെ എല്ലാം കൊണ്ടുകൊണ്ടിരുന്നത് അവിടെ ബാലകൃഷ്ണൻ പിരിയെ നിർത്തണമായിരുന്നു. ബാലകൃഷ്ണൻ പിരിയെ കഴിഞ്ഞ തവണ ഉദുമയിൽ നിന്ന് പരാജയപ്പെട്ടാണ്. ഇനി ഉദുമയിലോ അല്ലെങ്കിൽ തൃക്കരിപ്പൂരോ ബാലകൃഷ്ണൻ പിരിയാണെങ്കിൽ കാസർഗോഡ് അദ്ദേഹത്തിന് വേരുകളുണ്ട്. അദ്ദേഹം കുറേ കാലമായിട്ട് എറണാകുളം കേന്ദ്രീകരിച്ച ചില ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണെന്നുണ്ടെങ്കിലും അവിടുത്തെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് കൈയയച്ച് സഹായം ചെയ്യുകയും അവിടെ എല്ലാ കാര്യങ്ങളും ഇടപെടുകയും നന്നായി പ്രസംഗിക്കാനറിയാം, നല്ല സംഘാടകനാണ്, മാധ്യമപ്രവർത്തകനാണ്, ഒരുപാട് വൈഡ് കണക്ഷൻസ് ഉണ്ട്. പുള്ളിയെ കാൻഡിഡേറ്റ് ആയിരുന്നെങ്കിൽ ഓൺലൈൻ മേഖലയിലും ദൃശ്യമാധ്യമം അല്ലാത്തുള്ള ദൃശ്യമാധ്യമ മേഖലകളിലും ഒക്കെയുള്ള പല ആളുകളും പുള്ളിക്ക് അനുകൂലമായിട്ടുള്ളൊരു സമീപനം സ്വീകരിക്കും എന്നുള്ളത് എനിക്ക് പലരും എന്നോട് പറഞ്ഞിട്ട് എനിക്കറിയാം. അപ്പോൾ ബാലകൃഷ്ണൻ പിരിയ്ക്ക് സീറ്റ് കൊടുത്തില്ല. അവിടെ കൊണ്ടുപോയിട്ട് തൃക്കരിപ്പൂരി കൊണ്ടുപോയിട്ട് അപ്പോൾ അവ സന്ദീപിനെ ഇവിടെ കൊടുത്തിട്ട് സന്ദീപിനെ പാലക്കാട് ഇട്ടിട്ട് തൃക്കരിപ്പൂരിൽ പിന്നെ ബാലകൃഷ്ണൻ പിരിയ്ക്കാണ് കൊടുക്കേണ്ടിയിരുന്നത്. അപ്പോൾ ഇതിനകത്ത് ആകെ ഇപ്പോൾ അവർ നീതി കാണിച്ചു എന്ന് പറയാൻ പറ്റുന്നത് ഒന്ന് സുമേഷ് അച്യുതനോട്, ചാണ്ടി ഉമ്മനോട്, ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരോടാണ്. ബാക്കിയുള്ളവരോടെല്ലാം അനീതി കാണിക്കുകയാണ് ചെയ്തത്. യുവാക്കളെ പിന്നെ തല്ലിക്കെടുത്തുന്നൊരു സ്വഭാവം. CPM-നകത്താണെങ്കിൽ അവർക്ക് സംഘടനാപരമായ ചില സാധ്യതകൾ കൊടുക്കും. ഇത് പിന്നെ ഈ 10-100 ജനറൽ സെക്രട്ടറിമാരുടെ കൂട്ടത്തിൽ ഒരാളെ ഇപ്പോൾ ഇട്ടുപിടിച്ചിട്ടിട്ട് കാര്യമൊന്നുമില്ല, ഫീഡ് ചെയ്യണ്ടേ, അതിനുള്ള സംവിധാനമില്ല. അപ്പോൾ എന്തായിരുന്നാലും കോൺഗ്രസ് ചെയ്തിട്ടുള്ളത് യുവത്വത്തോട് കാണിച്ചിട്ടുള്ള അനീതിയാണ്. ഏതായിരുന്നാലും അവർക്കൊരു മിനിസ്ട്രി വരികയാണെങ്കിലും ആ മിനിസ്ട്രിയിൽ ഉണ്ടാവേണ്ടിയിരുന്ന ലിജുവിനെ, ശബരിയൊക്കെ പോലെയുള്ളവരെ അവർക്ക് സീറ്റ് കൊടുത്തില്ല, ഇത്രയും വലിയ കുഴപ്പമില്ലായിരുന്നു. കൊലയ്ക്ക് കൊടുക്കുന്നതിന് തുല്യമായിട്ടുള്ള പണിയാണ് ചെയ്തിട്ടുള്ളത്. നേർച്ചക്കൊടികളെ പല ഇട്ട് കൊടുത്തു. പിന്നെ ഒരു വേവ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ രക്ഷപ്പെട്ട് കൂടായില്ല, അതും നിയമത്തൊക്കെ അസാധ്യമാണ് എൻ്റെ അഭിപ്രായത്തിൽ. പിന്നെ ആകെ ഇപ്പോൾ ചാണ്ടിയുമ്മനെ അവർക്ക് വെട്ടാൻ പറ്റാത്തതുകൊണ്ട് വെട്ടിയില്ല, സുമേഷ് അച്യുതനെ വെട്ടാൻ പറ്റാത്തതുകൊണ്ട് അവരുടെ ആൾട്ടർനേറ്റീവ് ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ചെയ്തില്ല എന്നതിന് കോൺഗ്രസ് നേതൃത്വത്തോട് നമ്മൾ നന്ദി പറയാനുണ്ട്. അവസാനിപ്പിക്കാൻ തൽക്കാലം.